ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുപമ ലളിതയോട് വന്നിട്ട് പറയാണ്, പറമ്പിൽ പണിക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കോ, ഇവിടെ പാമ്പുണ്ട്, ആ പാമ്പിനെ ഒന്ന് തല്ലാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ, അയ്യോ അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. അത് കേൾക്കുന്ന രഘു പറയും, എങ്ങനെ തോന്നലാവണ്? അതെ, തമ്പായി പറഞ്ഞിട്ടുണ്ട് ഈ തറവാടിനെ കാവലായി ആരൊക്കെ ഇവിടെ ഉണ്ടെന്ന്. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, ഇഷ്ടപ്പെട്ടവരെ സ്നേഹിച്ചു കൊല്ലും, ഇഷ്ടപ്പെടാത്തവരുടെ മുന്നിൽ പലതും കാണുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതേ, അപ്പോൾ ഞാനാണോ ഇവിടെ ഇഷ്ടപ്പെടാത്തവർ? അപ്പോൾ എൻ്റെ മുന്നിലോട്ടാണ് ഇതൊക്കെ വരുന്നത്. ആഹാ, നിങ്ങൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ദയ അങ്ങനെ ചൂടാകുമ്പോൾ അവരങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ എന്ത് പറയണമെന്ന് അറിയാതെ അനുപമ അമ്പിളിയുടെ അടുത്തോട്ട് പോകുമ്പോൾ ദയയുടെ ഉള്ളിൽ ആകെ ടെൻഷനായി, ദയക്ക് ആകെ പേടിയായിട്ടോ ആ വീടിനെ കുറിച്ച്. ഇതേ സമയം ശബരിയാണ് കാണിക്കുന്നത്. ശബരി ദാസിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ശബരി കാര്യങ്ങളൊക്കെ പറയാണ് ദാസിനോട്. അതെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ദയ ഇറക്കിയതൊക്കെ കൊള്ളാം, പക്ഷേ ഇപ്പോൾ എൻ്റെ 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കാണാതായിരിക്കുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന ദാസ് പറയണേ, നീ ഇപ്പോൾ ഇതും പറഞ്ഞ ഐസയുടെ മുന്നിലോട്ട് വന്ന ആ ഐസൈ എന്താ ചെയ്യാന്ന് നിനക്കറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ദാസങ്ങളിനെ ഞാൻ വിളിച്ചത്. ആ വീട്ടിലെ അച്ഛനെയും രഘുവേട്ടനെയും ഞാൻ ഇക്കാര്യം അറിയിക്കാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യ, നിൻ്റെ പണം എടുക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. അവകാശമുണ്ട്, പക്ഷേ അധികാരമില്ല എന്ന് പറയാനായിട്ടാ. അധികാരമുണ്ടെങ്കിൽ അവൾ എന്നോടും കൂടി ചോദിച്ചിട്ട് അത് ചെയ്യാമായിരുന്നു. അത് അവൾ ചെയ്തില്ലല്ലോ, അതുകൊണ്ടാണ് അവൾക്ക് അധികാരമില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ദാസ്, നീ ഇപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ദയാണോ ഈ പണം കെട്ടതെന്ന്? അങ്ങനെ ഞാൻ പറയില്ല. ദയെ ഒരുപക്ഷെ എൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ. കാരണം 5 ലക്ഷം എൻ്റെ വീട്ടിൽ നിന്ന് അവൾക്ക് മോഷ്ടിക്കാമെങ്കിൽ 1 ലക്ഷം രൂപ അവൾ എടുത്താൽ എന്ത് എന്ന് ദാസിനോട് ചോദിക്കുമ്പോൾ ദാസ് അവിടെ ഒന്ന് ഉത്തരം മുട്ടി നിൽക്കുന്നു കേട്ടോ. എന്നിട്ട് പറയണേ, എനിക്കതിൻ്റെ ഉത്തരം കിട്ടണം. കാരണം അത് ദയോട് എനിക്ക് നേരിട്ട് വന്ന് ചോദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനത് ചെയ്യാത്തത് അവിടുത്തെ അച്ഛനെ വിചാരിച്ച് മാത്രമാണ് ഞാനത് ചെയ്യാത്തത്. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ ദാസ് പറയണം, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഒരുപക്ഷെ ദയ അത് ചെയ്തേക്കാം. പക്ഷേ നീ ദയം പേരിൽ മാത്രം കുറ്റം ചുമത്താൻ നോക്കണ്ട. നിൻ്റെ വീട്ടിലുണ്ടല്ലോ 2 എണ്ണം എന്ന് മാത്രമേ പറയുള്ളൂ കേട്ടോ. അവറ്റങ്ങളും ആവാം എന്ന് പറയാനേട്ടോ. പിന്നീടാണെങ്കിലോ ദാസി പറഞ്ഞതുപോലെ തന്നെ വാസന്തിയാണ് ഇതേയാണ് കാണിക്കുന്നത്. അവരൊരു ഷോറൂമിൽ വന്നിരിക്കുകയാണ് ബൈക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ അവർ പറയുന്നത് പുതിയ വണ്ടിക്കൊക്കെ നല്ല വിലയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ധനം പറയാണ്, അതെ, എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് വേണ്ടത്, പുതിയ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് വില കുറഞ്ഞത് ഒരു 80,000-ൻ്റെ വണ്ടി ഞങ്ങൾ അപ്പുറത്തെ ഷോറൂമിൽ പോയപ്പോൾ കണ്ടല്ലോ. ആ, അതുണ്ട്, അതെന്നോട് വിനയം വിളിച്ച് പറഞ്ഞിരുന്നു, എന്തോ ഒരു പേര് പറയുന്നുണ്ട് കേട്ടോ, അയാൾ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ട ഉടനെ, ആ, അവനത് പറഞ്ഞെങ്കിൽ നിന്നോട് പറയാൻ പറഞ്ഞത് 72,000 രൂപയ്ക്ക് ഇത് റെഡിയാക്കിക്കോളൂ, ഞങ്ങൾക്ക് ആ വണ്ടി ഇന്ന് കിട്ടുമോ എന്ന് വാസന്തി ചോദിക്കാൻ കേട്ടോ. ഉടൻ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ആ വണ്ടി ഇന്ന് കിട്ടുമല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ വണ്ടി കാണിച്ചു കൊടുക്കാൻ പോവാണ്. എന്നാൽ ഈ സമയം റെഡ് കമ്പനിയിലോട്ട് വിനയൻ പോയിരിക്കുകയാണ്. ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോഴാണ് ആരാണ് ഈ വിനയൻ എന്ന് പറഞ്ഞു വിളിക്കും. അങ്ങനെ വിനയൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നു. പിന്നീട് അവരുടെ കയ്യിൽ വിനയൻ്റെ ഫയലൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം നോക്കിയതിന് ശേഷം വിനയനോട് പറയാണ്, അത് വിനയൻ്റെ എഡ്യൂക്കേഷനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിനയൻ്റെ എക്സ്പീരിയൻസ് ആണ്, 7 വർഷത്തെ ദുബായിലുള്ള എക്സ്പീരിയൻസും. പിന്നെ വിനയൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന വിനയൻ പറയാൻ, ഞാൻ നാട്ടിൽ വന്നു, പിന്നീട് ഞാനൊരു മൊബൈൽ ഷോപ്പ് ഇട്ടു, അവിടെ സർവീസ് നടത്തി. അങ്ങനെ റേഞ്ച് പ്ലസിൻ്റെ ഈ കസ്റ്റമറല്ല സെയിൽസ് കൊണ്ടുവരുന്ന ഒരാൾ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ ഇവിടെ ഒരു ജോലി ഉണ്ടത്, അത് കേട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നിന്നെ, പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം, കമ്പനിയുടെ ഓഫർ ലെറ്റർ നിനക്ക് അയച്ചു തരാം. ആ മെയിൽ കിട്ടിയ ഉടൻ തന്നെ വിനയൻ്റെ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും പോലീസുകാരുടെ ഒരു സർട്ടിഫിക്കറ്റും വേണമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടെ വിനയൻ ആകെ നിലം പതിച്ചു. വിനയൻ ആകെ പേടിയാവണം. ഈശ്വര, പോലീസിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എനിക്കൊരിക്കലും കഴിയില്ല, ഞാനൊരു നല്ല ആളാണെന്ന് പോലീസ് ഒരിക്കലും എനിക്ക് എഴുതി തരില്ല എന്നുള്ള ഒരു പേടി വിനയൻ്റെ ഉള്ളിൽ വരികയാണ് കേട്ടോ. പിന്നീട് വിനയൻ അങ്ങ് പോവാണ്. എന്നാൽ ഈ സമയം ചിരുവിനെയും അമ്പിളിയാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്പിളി ചിരുവിനോട് പറയണേ, എങ്കിലും അവർ ആ റൂമൊക്കെ റെഡിയാക്കി എടുത്തല്ലേ, ദയം മഞ്ചാടി ആൾ മോശക്കാരി ഒന്നുമല്ല, അവർ റെഡിയാക്കി എടുത്തല്ലേ. അപ്പോൾ ചിരു പറയണം, ആ റെഡിയാക്കിക്കോട്ടെ, ഒരു സ്വസ്ഥത ഉണ്ടാവുമല്ലോ. അപ്പം അമ്പിളി പറയണം, ശരിയാണ്, അങ്ങനെയെങ്കിലും ഒരു സ്വസ്ഥത കുറഞ്ഞ് കിട്ടുമല്ലോ, അവളുടെ ഇഷ്ടം പോലെ അവൾ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറയട്ടെ. അപ്പോൾ അത് കേട്ട അനുപമ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് അമ്പിളി പറയാണ്, അവൾ പാമ്പിനെ കണ്ടത് തോന്നലാവാന്നൊക്കെ ലളിതേച്ച് പറഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് യാതൊരു ഭയമില്ലാതെ വീണ്ടും ആ റൂം റെഡിയാക്കിയെങ്കിൽ അവൾ ഇനി ഒന്നിനെയും പേടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയണ്ട. അപ്പോൾ അത് കേൾക്കുന്ന അനുപമ പറയാൻ, ശരിയാണ്, അവൾക്ക് ഇനി ഒന്നിനെയും പേടിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല, എന്തായാലും അവൾ അവളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യട്ടെ എന്നിങ്ങനെ പറയാം. അപ്പോൾ ചീര് പറയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിക്കോട്ടെ, അവളുടെ ഇഷ്ടത്തിന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അമ്പിളി പറയണേ, അവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അവളുടെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയാൽ ഈ വീടെന്ന് പറയുന്നത്, ഈ മന എന്ന് പറയുന്നത് ആത്മാക്കൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് തോന്നിയതൊക്കെ ചെയ്തു കൂട്ടിയാൽ പിന്നെ ദേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയാനായിട്ട്. അപ്പോൾ അത് കേൾക്കുന്ന ചീരു അനുപമയൊന്നും പേടിക്കുന്നുണ്ട്.
എന്നിട്ട് അനുപമ പറയാണ്, എന്തിനാണ് ചേച്ചി ഇങ്ങനെ ഓരോ കെട്ടുകഥകൾ പറഞ്ഞ് ഈ വീടിനെ പേടിപ്പെടുത്തുന്നത് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഉള്ളതാണ്. ആത്മാക്കൾക്ക് പോലും ഈ ദയയുടെ കാട്ടിക്കൂട്ടിൽ പിടിക്കില്ല. കാരണം മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണ് അവളുടെ മുന്നിലോട്ട് പാമ്പൊക്കെ തോന്നിക്കുന്ന വിധത്തിൽ വരുന്നതെന്ന് പറയാനിട്ടാ. അപ്പോഴാണ് ദയയും മഞ്ചാടിയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താ ചേച്ചിമാർ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, ഭക്ഷണമൊന്നും കഴിക്കണ്ടേ എന്ന് മഞ്ചാടി ചോദിച്ച ഉടൻ തന്നെ അവിടെ എല്ലാവരും പറയാണ്, അത് അച്ഛനെയും കാത്തിരിപ്പാടി എന്നിങ്ങനെ ചീരു പറയണ്ട. അപ്പം അത് കേൾക്കുന്ന അച്ഛൻ വന്നോളും എന്ന് പറയണ്ട. അച്ഛൻ വന്നിട്ടല്ലേ കഴിക്കേണ്ടത് എന്ന് അമ്പിളി പറയണേ. കാരണം ഈ വീട്ടിൽ ആദ്യത്തെ താമസമല്ലേ, അപ്പം അച്ഛൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയാണ് എല്ലാവരും കാത്തു നിൽക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ ദയ പറയാണ്, മനുഷ്യന്മാർ ആ റൂം വൃത്തിയാക്കി മനുഷ്യന്മാർക്ക് തീരെ വയ്യാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. വിശന്നിട്ട് സഹിക്കാൻ വയ്യ എന്നൊക്കെ ഇങ്ങനെ ദയ പറയുന്ന സമയത്ത് അനുപ പറയാണ്, നീ പോയി കഴിച്ചോടി. അത് കേട്ട ഉടനെ അമ്പിളിയും പറയാൻ, ഇനി ഇതിൻ്റെ പേര് നീ എൻ്റെ ചൊറിച്ചിൽ വേണ്ട, നീ പോയി കഴിച്ചോ, അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഭക്ഷണം, എന്താ വെച്ചാൽ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞ് ദയ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ദയയും മഞ്ചാടിയും കൂടി പോവുകയാണ്. എന്തിനും ഒത്താശ ചെയ്ത് കൊടുക്കുക മഞ്ചാടിയാണ്. അങ്ങനെ ഇവരങ്ങ് പോയിട്ട് തന്നെയാണ് രഘുവിൻ്റെ കയറി വരവ്. രഘുവിനെ കാണുന്ന അമ്പിളി പെട്ടെന്ന് എണീറ്റ് ചെല്ലാണ്. അങ്ങനെ രഘുവിനോട് ചോദിക്കുകയാണ്, എവിടെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ അമ്മാവൻ പോയി. എങ്ങോട്ടേക്ക്? സച്ചി സാറിൻ്റെ അനിയൻ മരിച്ചെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്ക്. ഇനി ശവസംസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പഞ്ചരത്നത്തിൽ ഇറങ്ങുക എന്നാ പറഞ്ഞത്. അത് കേട്ടോടെ തന്നെ അമ്പിളി ചോദിക്കും, അതെന്തിനാ പഞ്ചരത്നത്തിൽ പോകുന്നത്? ഉടൻ തന്നെ പറയാൻ, അവിടെ ആരുമില്ലല്ലോ. അത് കേൾക്കുന്ന അനുപമ, അപ്പോൾ അച്ഛൻ നമ്മളെ ഇവിടെ തനിച്ചാക്കി അച്ഛൻ അങ്ങോട്ടേക്ക് പോവുക ചെയ്തത്. അച്ഛൻ ഇന്നും ഇങ്ങോട്ടേക്ക് വരികയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പോൾ ഇവിടെ രഘു പറയണം, അമ്മാവിൻ്റെ മനസ്സിൽ അവിടെ ഒരുപാട് സ്വർണ്ണം ഇരിപ്പുണ്ടല്ലോ, ആ സ്വർണ്ണത്തിൻ്റെ ടെൻഷനും ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോയതെന്ന് പറയുമ്പോൾ അവിടെ ചീര് പറയണേ, ഇന്നിപ്പോൾ അച്ഛന് ആ സ്വർണ്ണത്തിന് കാവലിരിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഒരു അക്കൗണ്ട് ലോക്കർ ഓപ്പൺ ചെയ്ത് അത് എവിടെയെങ്കിലും കൊണ്ടുവച്ച് അത് സേഫാക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ശരിയാണ് പറഞ്ഞത് എന്നിങ്ങനെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ശബരി വന്നിട്ട് തൻ്റെ അച്ഛനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സമയം രാമനാഥൻ പറയാണ്, എവിടെ ഇപ്പോൾ ആരാണ് ആ ക്യാഷ് എടുത്തതെന്ന് പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ദയയുടെ മുന്നിലോട്ട് ഇങ്ങനെ ശബരി വന്നുകൊണ്ടിരിക്കുകയാണ്. ദയാണ് കുറ്റക്കാരി എന്നുള്ള വാക്ക് പറയുമ്പോൾ അവിടെ അനിത കയറി വരികയാണ്. അങ്ങനെ അനിത പറയണ, ഒരിക്കലും ദയ പണം എടുക്കില്ല, അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? അത് എനിക്കറിയാം, ഈ വീട്ടിലുള്ളവർ തന്നെയാണ് പണം എടുത്തിരിക്കുന്നത്. അത് കേട്ടോടെ തന്നെ ശബരി ചോദിക്കുക, അതെങ്ങനെ ഈ വീട്ടിലുള്ളവർ പണം എടുക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടാ. എന്തെങ്കിലും തെളിവുകൾ മനസ്സിലുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് തുറന്ന് പറയാമെന്ന് പറയുമ്പോൾ ഇല്ല, അത് ഞാൻ പറയില്ല, എൻ്റെ നാവ് കൊണ്ട് പറയില്ല, ഈശ്വരൻ നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചു തരുമെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം എന്താ അനുദേച്ചി എൻ്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ കാണുന്നത്, അനുദേച്ചി എന്താണെന്ന് തുറന്ന് പറയാമെന്ന് പറയണ്ട. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ പറയാൻ താല്പര്യമില്ലെങ്കിലും വീണ്ടും രാമനാഥനും ചോദിക്കുകയാണ്, നീ ആരെയാണ് പേടിക്കുന്ന, മര്യാദക്ക് പറയുന്നുണ്ടോ എന്ന് രാമനാഥനും ചോദിക്കുമ്പോൾ അനിത ഉണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്താണ് കേട്ടോ ധനനും വാസന്തിയും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അവരവരുടെ ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ വാസന്തി ധനനോട് പറയുകയാണ്, എന്തായാലും നല്ല ബൈക്ക്, നല്ല സ്മൂത്ത് ഉണ്ട്, നല്ല ഓടിക്കാൻ സുഖമുണ്ട് എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ ബൈക്ക് ഉമ്മറത്ത് നിർത്തുകയാണ് കേട്ടോ. ഇതേ സമയം രാമനാഥനും ശബരിയും വനിതയും ഉമ്മറത്തോട്ട് വരുമ്പോൾ ഇവർ ബൈക്കിൽ വരുന്നതായിരിക്കും. അങ്ങനെ എങ്ങനെയുണ്ട് അച്ഛാ എൻ്റെ ബൈക്ക് എന്ന് വാസന്തി ചോദിച്ച ഉടനെ, വല്ലവന്മാരുടെയും കട്ട പണം കൊണ്ടാടാ നീ ഈ ബൈക്ക് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇവർ പറയണേ, എന്തിനാണ് അച്ഛാ ഇവരിങ്ങനെ അപമാനിക്കുന്നത്? ഇവരുടെ സ്വന്തം പണമായിരിക്കില്ല, ഇവർ വല്ല ലോണിനെടുത്തതോ അതല്ലെങ്കിൽ വല്ല ഫ്രണ്ടിൻ്റെ ബൈക്കായിരിക്കും. അത് കേട്ട ഉടൻ തന്നെ ധന പറയാണ്, ശബരി നിനക്ക് തെറ്റുപറ്റി, ഇത് എൻ്റെ സ്വന്തം ബൈക്കാണ്, ഞാൻ എൻ്റെ ക്യാഷ് കൊണ്ട് വാങ്ങിയതാണ്. അത് കേട്ട ഉടൻ തന്നെ രാമനാഥൻ ചോദിക്കുകയാണ്, എവിടെ നിന്നാടാ നിനക്ക് ക്യാഷ് എന്ന് പറയുമ്പോൾ ധനൻ അങ്ങ് ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറി പോകണം കേട്ടാ. നിൽക്കട അവിടെ, മര്യാദക്ക് പറയടാ, ആരുടെ പണമാണ് നീ കട്ടിട്ട് ക്യാഷ് ഉണ്ടാക്കി ബൈക്ക് മേടിച്ചതെന്ന് പറയുമ്പോൾ ധനൻ പറയണേ, ഇത് നല്ല കേട്, എനിക്കൊരു ബൈക്ക് മേടിക്കാനും പാടില്ല, ഞാൻ നന്നാവുന്ന ആർക്കും ഇഷ്ടമല്ലേ. അപ്പോഴേക്കും വാസന്തി പറയുന്നത്, ശരിയാണ്, എൻ്റെ ഭർത്താവ് ഇതുവരെ നന്നാവില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയത്, എന്നാൽ ഇപ്പോൾ എൻ്റെ ഭർത്താവ് നന്നായപ്പോൾ നിങ്ങൾക്ക് അതും പറ്റുന്നില്ലേ എന്നിങ്ങനെ വാസന്തി തൻ്റെ അച്ഛനോട് പറയണേട്ടാ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ രാമനാഥൻ പറയണേ, വല്ലവരും കൊടുന്നു വെച്ച കട്ട പണം കൊണ്ടല്ല പണം ഉണ്ടാക്കേണ്ടത്, ഇവിടെ ശബരിയുടെ പണം 5 ലക്ഷം രൂപ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചതാണ്, പിന്നീട് നിങ്ങളതിൽ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു, അതങ്ങനെ ദയ കൊണ്ടുപോയി, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾ 1 ലക്ഷം മാറ്റി എന്നുള്ള സത്യം ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടൻ തന്നെ വാസന്തി പറയണേ, എങ്ങനെ മാറ്റിയെന്ന് അച്ഛൻ പറയുന്നത്, പോലീസിൻ്റെ കയ്യിൽ ദയയുടെ കയ്യിൽ അതിൽ അവരാരെങ്കിലും മാറ്റിയിട്ടുണ്ടാവും, ഞങ്ങൾക്ക് എന്തിനാ പണം മോഷ്ടിക്കേണ്ട ആവശ്യമെന്ന് പറയട്ടോ. ഇത് കേട്ടുടൻ തന്നെ രാമനാഥൻ പറയാൻ, നിർത്തിക്കോ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, എൻ്റെ യഥാർത്ഥ സ്വരൂപം അറിയണമെങ്കിൽ. കാരണം ശബരിയുടെ പണം മോഷ്ടിച്ചതും പോലെ അഹങ്കാരമുള്ള വാക്കുകൾ പറയുന്നു എന്ന് പറയാനേട്ടോ. അങ്ങനെ അവരോട് കയർക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.